അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. പിന്നെ നിങ്ങളുടെ ഒരു ഗുഡ് ന്യൂസ് പറയാനുണ്ട്. നമ്മൾ പാം ക്രാഫ്റ്റിന് ഒരു ബാക്കപ്പ് ചാനൽ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പാം ക്രാഫ്റ്റ് ഷോർട്സ് ആണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് ക്രാഫ്റ്റിൻ്റെയും അതുപോലെ ബോട്ടിൽ ആർട്ടിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോ ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഇതുവരെ എൻ്റെ കൂടെ കട്ടക്ക് നിന്നിട്ടുള്ള എല്ലാവരും അവിടെ വന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ടൊന്ന് എല്ലാവരും കമൻറ്റ് കൂടെ ചെയ്യാം. അപ്പോഴല്ലേ എനിക്ക് ആരൊക്കെയാണ് അവിടെ വന്നതെന്നൊക്കെ ഒന്ന് മനസ്സിലാവുള്ളൂ. ഇന്ന് നമ്മളൊരു ബോട്ടിൽ ആർട്ട് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള നല്ലൊരു ടൈപ്പ് ബോട്ടിലാണ്. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ ബോട്ടിൽ ഒരു കോട്ട് ഇനാമൽ പെയിൻറ്റ് അടിച്ചിട്ടൊന്ന് ഇങ്ങനെ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനാമൽ പെയിൻറ്റ് ബോട്ടിലിന് നല്ലൊരു ബെസ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിനെപ്പറ്റി അറിയാത്തവർക്ക് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. കമൻറ്റിൽ ഞാൻ പിൻ ചെയ്തിട്ടിടാം. അപ്പോൾ പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് കാർഡ്ബോർഡിൻ്റെ പീസ് ഞാനിങ്ങനെ ഹെക്സഗണൽ ഷേപ്പായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി നമ്മളിത് ഓരോന്നായിട്ട് ഇങ്ങനെ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ഈ ബോട്ടിൽ ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ബോക്സിൻ്റെതാണ്. ഇങ്ങനെ കുട്ടികളുടെ ഒരു ടോയ്സിൻ്റെ ഒരു ബോക്സ്. അതാണ് ആ യെല്ലോ കളർ. അപ്പോൾ യെല്ലോ കളർ വേണമെന്നൊന്നുമില്ല. നമ്മൾ യെല്ലോ കളർ പിന്നീട് പെയിൻറ്റ് അടിച്ചു കൊടുത്താലും മതി. സാധാരണ നമ്മൾ ആ ഒരു കാർഡ്ബോർഡിൻ്റെ കളർ ഉണ്ടല്ലോ, ആ ഒരു കളർ പീസായാലും മതി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഹെക്സഗണൽ ഷേപ്പിൽ നമ്മളിങ്ങനെ ഒന്ന് വരച്ചെടുത്തിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ എടുത്തിട്ട് ഇത് ബോട്ടിൽ നമ്മുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിതിവിടെ ഹണികോമ്പിൻ്റെ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതുപോലൊരു ബോക്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ യെല്ലോ കളറാകുമ്പോൾ വീണ്ടും നമുക്ക് യെല്ലോ പെയിൻറ്റ് അടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ്. ഇനി നിങ്ങൾക്ക് യെല്ലോ കളറൊന്നും കാർഡ്ബോർഡ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സാധാരണ കാർഡ്ബോർഡ് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചെടുത്തിട്ട് പിന്നീട് നമുക്ക് യെല്ലോ കളർ പെയിൻറ്റ് അടിച്ചു കൊടുത്താലും മതി. അപ്പോൾ നമ്മളിവിടെ അങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേനീച്ചേനെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പിസ്തയുടെ ഷെല്ലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് നമ്മളത് ആദ്യം ആ ഒരു ഹണീബിയുടെ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് യെല്ലോ കളർ പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി യെല്ലോ കളർ അടിച്ചിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ തേനീച്ചയുടെ ആ ഒരു ബോഡിയിലുള്ള പോലെ ഇങ്ങനെ സ്ട്രൈപ്സ് ആയിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ബ്ലാക്ക് ആക്ലി പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് അങ്ങനെ 2-3 ലൈൻസ് ഇങ്ങനെ വരച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ചധികം പിസ്താഷ്യൽസ് തന്നെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് പപ്പായയുടെ സീഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഇനി തേനീച്ചയുടെ ഒരു ചിറകൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇത് പഴയ ഒരു ഫയലിൻ്റെ ഒരു പീസാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മളിങ്ങനെ ആ ഒരു ചിറകുകളൊക്കെ ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ടെടുക്കുകയാണ്. ഇതുപോലെയാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ കറക്റ്റ് ആ ഒരു ട്രാൻസ്പെറൻറ്റ് കളർ ആയതുകൊണ്ടാണ് മനസ്സിലാവാത്തത്. അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു തേനീച്ചയ്ക്ക് 2 പീസ് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ ഞാനൊരു 4-5 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ബ്ലാക്ക് ആക്രിൽ പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് അതിനും ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അവസാനം നമ്മൾ ഇങ്ങനെയാണ് ചെയ്തെടുത്തുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ചധികം ഒരു വിങ്സൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്നിങ്ങനെ റെഡിയാക്കി എടുത്തിട്ട് നല്ലൊരു തേനീച്ചേന ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പിസ്തയുടെ ഷെല്ലിൻ്റെ ആ ഒരു പുറകു വശത്ത് ആദ്യം ഒരു വിങ്സ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഓപ്പോസിറ്റായിട്ട് മറ്റേ ഒരു വിങ്ങും കൂടെ ഒട്ടിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഗ്ലൂഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫെവിക്കോൾ ആയാലും കുഴപ്പമൊന്നുമില്ല, കുറച്ചൊരു ടൈം എടുക്കുന്നേ ഉള്ളൂ. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു പപ്പായൻ്റെ സീഡും കൂടെ ഒന്ന് അതിൻ്റെ ഒരു ഫ്രണ്ട് സൈഡിലൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പം അങ്ങനെയും കൂടി ചെയ്ത് കൊടുത്തപ്പോൾ നല്ലൊരു ഹണി ബി തന്നെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല രസമായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാനിവിടെ ഒരു 4-5 ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പപ്പായയുടെ സീഡിന് പകരം നിങ്ങൾക്ക് ബ്ലാക്ക് കളർ മുത്തൊക്കെ വേണമെങ്കിൽ വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും സൈസുള്ള എന്ത് സീഡ്സ് വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. പിന്നീട് നമ്മൾ ബ്ലാക്ക് കളർ പെയിൻറ്റ് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഞാനൊരു 4-5 തേനീച്ച ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു തേനീച്ച കൂടിന് കുറച്ചും കൂടി നല്ലൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഓറഞ്ച് കളർ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ യെല്ലോ കളറല്ല സാധാരണ കളർ ഒരു കാർഡ്ബോർഡാണ് ഒട്ടിച്ചതെന്നുണ്ടെങ്കിൽ ആദ്യം അതിന് ഫുള്ളായിട്ടൊരു യെല്ലോ കളർ ഇങ്ങനെ ഇതുപോലെ ഡാബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം അതിൻ്റെ മേലെ ഇതുപോലെ ഓറഞ്ച് കളർ വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിന് നല്ലൊരു കളർ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു ബോട്ടിലിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഫുള്ളായിട്ടും ഇങ്ങനെ ആ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഒട്ടിക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് മാത്രം ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളൂ. നമ്മളിങ്ങനെ ഒരു ഓറഞ്ച് കളറും കൂടെ വെച്ചിട്ട് ഡാബ് ചെയ്ത് കൊടുത്തപ്പോൾ കറക്റ്റ് തേനീച്ചക്കൂടിൻ്റെ ഒരു കളറായിട്ടുണ്ടല്ലോ. അതിങ്ങനെ പൊതുവേ യെല്ലോ കളർ ഇങ്ങനെ അവിടെ ആയിട്ട് ഇങ്ങനെ ഓറഞ്ച് കളറും അങ്ങനെയാണല്ലോ. അപ്പം നമ്മൾ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു തേനീച്ച അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. ഞാനിവിടെ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. കാർഡ്ബോർഡ് തന്നെ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ സ്റ്റിക്കായിട്ടൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഞാനൊരു 4 ചെയ്യുന്നുണ്ട്. 3 ഇങ്ങനെ ഒരു ബോട്ടിലിൻ്റെ ഭാഗത്തും പിന്നെ ഒരു ഹണിബിയെ ഞാനിങ്ങനെ ഒരു നെക്കിൻ്റെ സൈഡിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളൊരു ഐഡിയക്ക് അനുസരിച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി ആ ഒരു ഹണികോമ്പിൻ്റെ മേലെ വേണ്ട, അല്ലാതെ ആ ബോട്ടിലിൻ്റെ ഭാഗത്താണെങ്കിൽ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മളെ ബോട്ടിൽ ഇങ്ങനെ ഒന്നും കൂടെ ഒന്ന് ഗുമ്മാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഹണി ബീന്നോ അല്ലെങ്കിൽ ഹായ് ഹണി ബി അല്ലെങ്കിൽ ഹാപ്പി ഹണി ബി അങ്ങനെ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഇങ്ങനെ എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ പെൻസിൽ ഉപയോഗിച്ചിട്ടൊന്ന് ഇങ്ങനെ എഴുതി
എന്നിട്ട് അതിൻ്റെ മേലെ അങ്ങനെ ജസ്റ്റ് ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് എഴുതി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ CD മാർക്കർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള CD മാർക്കറിൻ്റെ ഇങ്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഹണി ബീ ഇങ്ങനെ പോകുന്നതിന് ആ ഒരു എന്ന് പറഞ്ഞ് പോകുന്ന അതിൽ ഒരു റൂട്ടായിട്ട് ഇങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യുന്നിടത്തൊക്കെ കാണാമല്ലോ. നമ്മളിങ്ങനെ പിക്ചറിലൊക്കെ ഇങ്ങനെ കാണാം, ഇങ്ങനെ ഒരു ഡോട്ടായിട്ട് ഇങ്ങനെ. അപ്പോൾ അതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ പെയിൻറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത്രയ്ക്ക് അങ്ങ് നീറ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു റൂട്ടൊന്നും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പെന്നൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് ഇങ്ങനെ ആ ഒരു കേർവ്ഡ് ലൈനൊക്കെ ചെയ്ത് കൊടുക്കാമല്ലോ. അപ്പോൾ ഞാൻ ഏകദേശം ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു പപ്പായൻ്റെ സീഡിനൊക്കെ ജസ്റ്റ് ഒരു ബ്ലാക്ക് കളർ പെയിൻറ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഒട്ടിച്ചിട്ടുള്ള ആ ഒരു കാർഡ്ബോർഡ് പീസിന് ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് ഉപയോഗിച്ചിട്ട്. പിന്നെ എനിക്ക് അത്ര ഒരു ഭംഗിയില്ലാത്ത പോലെ തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി അട്രാക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ബോട്ടിലിൻ്റെ ആ ഒരു ഫ്രണ്ട് സൈഡിൽ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു ഭംഗിയായി വന്നിട്ടുണ്ടല്ലേ, നല്ലൊരു യെല്ലോവും വൈറ്റും ഓറഞ്ചൊക്കെ വന്നിട്ട് നല്ലൊരു ഭംഗിയായിട്ട് തന്നെ ഉണ്ട്. പക്ഷേ ആ ഒരു ബോട്ടിലിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്, കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ട് വേറൊരു ടൈപ്പിൽ ഇങ്ങനെ ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബബിൾ റാപ്പാണ്. എന്നിട്ട് ഞാനങ്ങനെ അതൊരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബോട്ടിലിൻ്റെ ആ ഒരു ബാക്ക് സൈഡില്ലേ, അപ്പോൾ ആ ഒരു അളവിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാനിങ്ങനെ യെല്ലോ കളർ ഒന്ന് പെയിൻറ്റ് അടിച്ച് കൊടുക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് അടിച്ചിട്ട് ഞാൻ വിചാരിച്ചു ബോട്ടിലിൻ്റെ ബാക്ക് സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് ഇങ്ങനെ യെല്ലോ കളർ ഹണികോംബ് പോലെ ഇരിക്കുന്നു. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ അങ്ങനെ കിട്ടിയിട്ടില്ല, അവിടെ ആയിട്ടൊക്കെ അങ്ങനെ കിട്ടിയത്. അത്രയ്ക്ക് നമ്മൾ വിചാരിച്ച പോലെ കിട്ടിയില്ല. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്തിട്ട് ഓരോ ആ ഒരു റൗണ്ട് ഷേപ്പിന് ഇങ്ങനെ ഔട്ട്ലൈൻ പോലെ കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇതുപോലെ ഒന്നിങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന്. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഇതൊന്നിങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലുള്ള കുറച്ചൊരു പെയിൻറ്റൊക്കെ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് പോയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒരു യെല്ലോ കളർ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഓറഞ്ച് കളറും കൂടി ഒന്ന് വെച്ച് ടച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹണികോമ്പിൻ്റെ പോലെ തന്നെ ആയിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു 2 തേനീച്ച ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഒന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ആ 2 തേനീച്ചയും കൂടി ഒട്ടിച്ച് കൊടുത്തപ്പോൾ നല്ലൊരു ഭംഗിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനിങ്ങനെ നേരത്തെ ചെയ്ത പോലെ നമ്മളിങ്ങനെ ഒരു കുഞ്ഞു റൂട്ട് പോലെയല്ലേ, അപ്പോൾ അങ്ങനെ ഒന്നിങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് അത്രങ്ങ് ശരിയാവുന്നില്ല. കാരണം ആ ഒരു ബബിൾ റാപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വിചാരിച്ച പോലെ ഒന്നിങ്ങനെ ഡിസൈൻ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബോട്ടിലിന് എല്ലാ ഭാഗത്തും ഒന്നിങ്ങനെ ഇതുപോലെ ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ വൈറ്റ് കളർ ഇങ്ങനെ കാണുമ്പോൾ അത്ര ഒരു ഭംഗിയില്ലാത്ത പോലെ തോന്നാം. അപ്പോൾ എല്ലാ ഭാഗത്തും ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ യെല്ലോ കളറും ഓറഞ്ചും വെച്ചിട്ട് ബോട്ടിലിൽ ഇങ്ങനെ ഡാബ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവിടെയും ഞാനിങ്ങനെ ഒരു കുഞ്ഞ് ക്യാപ്ഷൻസ് ഒക്കെ പോലെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഭംഗിയായിട്ടുണ്ട് ആ ഒരു ഭാഗം, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ടുള്ള ആ ഒരു കാർഡ്ബോർഡ് പീസ് ഇങ്ങനെ ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ട് 2 സൈഡിലും ചെയ്തെടുക്കാമെന്നായിരുന്നു. പിന്നെ ഇങ്ങനെ അങ്ങനെ ചെയ്യാനുള്ള ഒരു കട്ട് ചെയ്തെടുക്കാനുള്ള ഒരു മടി കൊണ്ട് പിന്നെ ഡ്രോപ്പ് ചെയ്തായിരുന്നു. ബാക്കിൽ ഇങ്ങനെ യെല്ലോ കളർ ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കാൻ വിചാരിച്ചു. പിന്നെ വിചാരിച്ചു ഇങ്ങനെ ഡാബ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാമെന്ന്. അപ്പോഴാണ് ഈ ബബിൾ റാപ്പിൻ്റെ കാര്യം ആലോചിച്ചത്. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്തിട്ട് പ്രസ് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ ആ ഒരു ഹണി ബീ വെക്കാമെന്നായിരുന്നു എൻ്റെ ഒരു പ്ലാന്. കാരണം നമ്മളിപ്പോൾ ഇതുപോലത്തെ ഒരു കേക്കുകളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലൊക്കെ ഈ ബബിൾ റാപ്പ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് എടുത്തിട്ട് അവിടെ ഇങ്ങനെ ഹണി ബീ വെക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഒന്നിങ്ങനെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ അത് അത്രയ്ക്ക് സക്സസ് ആവാത്തതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒട്ടിച്ചു കൊടുത്തപ്പോൾ നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ പൊങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അവിടെ ആ ഒരു ഹണി ബീ കൂടി ഒട്ടിച്ചു കൊടുത്തപ്പോൾ കറക്റ്റ് നല്ലൊരു തേനീച്ചക്കൂടിൻ്റെ ഒരു എഫക്റ്റ് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ബോട്ടിൻ്റെ ഒരു നെക്കിൻ്റെ സൈഡിൽ ഞാൻ ചെറിയൊരു സാറ്റിൻ ഡിപ്പറിനോട് ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ഒരു പീച്ച് കളർ ആയിരുന്നു. അപ്പോൾ അങ്ങനെ കൂടി വന്ന സമയത്ത് നമ്മളെ ബോട്ടിൽ നല്ലൊരു ഗുമ്മനായിട്ടുണ്ട്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജൂട്ട് ത്രെഡൊക്കെ വേണമെങ്കിൽ ചുറ്റി കൊടുക്കാം കേട്ടോ. യെല്ലോ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യുമെന്ന് വെച്ചിട്ട് എനിക്ക് ഒരുപാട് പ്രാവശ്യമായിട്ട് ഇങ്ങനെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് യെല്ലോ വൈറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് ഒന്നുകിൽ സൺഫ്ലവർ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഹണി ബീഡ് ആ ഒരു കളറൊക്കെയാണല്ലോ ഓർമ്മ വരിക. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. നമ്മളിവിടെ ഹണികോമ്പിൻ്റെ 2 ടൈപ്പ് ഐഡിയ ആണ് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. ശരിക്കും നമുക്ക് 2 ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ആയിരിക്കും കുറച്ചുകൂടി നല്ലൊരു ഭംഗി ഉണ്ടാവുക കേട്ടോ. ഇപ്പോൾ നമ്മൾ ആ ഒരു ബോട്ടിൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു കിഡ് ബോട്ടിൽ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് ഒരുപാട് ഇഷ്ടമായി. നല്ലൊരു കളർ കോമ്പിനേഷനും ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 ടൈപ്പ് ഐഡിയ ആണ് ചെയ്തെടുത്തിട്ടുള്ളത്. എനിക്ക് രണ്ടാമത് ചെയ്തിട്ടുള്ള ഐഡിയ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഈ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ടുള്ളതാണോ അല്ലെങ്കിൽ ബബിൾ റാപ്പ് വെച്ച് ചെയ്തിട്ടുള്ളതാണോ എന്നൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മളുടെ ഒരു പുതിയ ചാനലായിട്ടുള്ള പാംക്രാഫ്റ്റ് ഷോർട്സ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ഹായ് പറയാനുള്ളവരുടെ പേരൊന്ന് നോക്കാം. അമലു, മെഹ്റിൻ, റിത, റിഫ, ലാമിയ, സ്നേഹ, ജോവിത റോസ്, ആർദ്ര, ഫിദ, രമ്യ, പിന്നെ മാർച്ച് 5 ബർത്ത്ഡേ ആഘോഷിക്കുന്ന സായിക്കും എല്ലാവർക്കും ഒരു ഹായ് പറയുന്നുണ്ട്.
അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചു തരാം. ഒരുപാട് പേര് പിക്കൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ ബിസി ആയതുകൊണ്ടാണ് ഞാൻ നോക്കാത്തത്. അപ്പോൾ ഉടൻ തന്നെ എല്ലാം നോക്കിയിട്ട് ഞാൻ ഓരോന്നായിട്ട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനിയും നിങ്ങൾ പിക്കൊക്കെ അയക്കേണ്ടത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കുമാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതുപോലെ നമ്മളെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM. അപ്പോൾ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.